ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പിണറായി വിജയനാണ് മുഖം. ഇപ്പോൾ നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര ഹോർഡിങ്സ് ആണ് കാണുന്നത്, മുഴുവൻ പിണറായി വിജയൻ എന്ന ഒറ്റ മുഖത്തിലാണ്. അപ്പോൾ നയിക്കാനൊരു നേതാവ് ഉണ്ടാവുക എന്നുള്ളത് അതിപ്പോൾ കേരളത്തിലെ മാത്രം നോക്കുകയല്ല, രാജ്യത്ത് നോക്കിയാലും ഇപ്പോൾ വിദേശത്ത് നോക്കിയാലും ഒരു നേതാവിനെ കാണിച്ചിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളാകട്ടെ ഒരു സംഘം നേതാക്കളാണ്. അപ്പോൾ അതൊരു പോരായ്മയാകുന്നുണ്ടോ? ഒരിക്കലുമല്ല. നേതാവിനെ പ്രൊജക്റ്റ് ചെയ്ത് 2016 ശ്രീ പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടാണോ അദ്ദേഹം വന്നത്? അദ്ദേഹമാണ്. അന്ന് BS ഉണ്ടല്ലോ, അന്നും BS സജീവമായിട്ടുണ്ടല്ലോ. ആർക്കും പ്രവചനം പറയാൻ പറ്റാത്ത വണ്ണം ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പിണറായി മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്നും പിന്നെ ഇപ്പം 10 കൊല്ലത്തെ മുഖ്യമന്ത്രിയായിട്ട് മറ്റൊരു നേതാവിനെ വളരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അത് വളർത്താൻ അദ്ദേഹം അനുവദിച്ചിട്ടുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി അതിങ്ങനെ വളർത്തി നല്ല വ്യക്തികൾ നല്ല സ്വഭാവത്തോടുകൂടി, ഞാൻ സ്വഭാവം എന്ന് പറയുന്നത് നല്ല നിലപാടോടുകൂടിയാണ് പോകുന്നതെങ്കിൽ തെറ്റില്ല. പക്ഷേ പിണറായിയുടെ നിലപാടുകൾ ആ നല്ല നിലപാടുകളല്ല കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്തിട്ട് മാത്രം, പക്ഷേ വേറൊരു വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്യാൻ ആ പാർട്ടിക്ക് പറ്റില്ല. അതിൽ കൊള്ളാവുന്ന നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടാണോ? പാർട്ടിയിൽ എത്ര നേതാക്കന്മാരുണ്ട്? പക്ഷേ അവർ തീരുമാനിച്ച് ആ ഒരു വ്യക്തി, അത് ഒരു പേഴ്സണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അതിന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ കളക്റ്റീവ് ലീഡർഷിപ്പിലാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ അങ്ങുണ്ട്, VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഈ 2 നേതാക്കൾ മത്സരിക്കുകയാണ്. അങ്ങാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ ഒരു കോർഡിനേഷൻ? എങ്ങനെയാണ്? ഞങ്ങൾക്കിടയിലുള്ള കോർഡിനേഷൻ വളരെ സ്മൂത്താണ്. ഒരു തർക്കവും ഉണ്ടാവാൻ പോണില്ല. നിങ്ങൾ ആര് ധരിക്കുന്നത് പോലെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല. അങ്ങ് പാർട്ടി പിടിച്ചു എന്നുള്ളതാണ് ഞാൻ കേട്ട ഒരു കാര്യം. അതായത് സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും അങ്ങേ അനുകൂലിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങ് നോമിനേറ്റ് ചെയ്ത ആൾക്കാരാണ് സ്ഥാനാർത്ഥികളായി വന്നത്. എണ്ണ എടുത്തിട്ട് കുറെ എണ്ണമൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്. എണ്ണ ഞാൻ ആയിക്കോട്ടെ, അതായത് സത്യാവസ്ഥ അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ നിഷ്കളങ്കമായിട്ട് പറയാതെ അല്ലെ, എന്റെ സംശയം അങ്ങനെ ചോദിക്കുന്നത് അങ്ങേക്ക് അത് ആ സംശയം നിവർത്തിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായും യോഗം ചേരുമ്പോൾ ആ യോഗത്തിൽ അങ്ങയുടെ പേര് പറയും, അങ്ങ് മുഖ്യമന്ത്രിയാകും എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതിനെങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഞാൻ വളരെ വികാരപരമായിട്ടാണ് മറുപടി ആഗ്രഹിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും അവൻ്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ടാകും. എൻ്റെ രാഷ്ട്രീയ യാത്ര എന്ന് പറഞ്ഞാൽ 13ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. മാതാമംഗലം ഹൈസ്കൂൾ പോലെയുള്ള ഏറ്റവും ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ 8ാം ക്ലാസ്സിലെ KSU സ്ഥാനാർത്ഥിയായിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. ഒരുപാട് മാർക്സിസ്റ്റുകാരൻ്റെ അടി അന്ന് സ്കൂളിൽ പഠിക്കുന്ന കൊണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ KSU പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ്. എൻ്റെ പാർട്ടി എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു. ഞാനിപ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന ഓർഗനൈസേഷൻ്റെ ചുമതല വഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, എനിക്ക് വലുതെൻ്റെ പാർട്ടിയാണ്. വ്യക്തിപരമായ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ അതിലേക്ക് മാത്രം ആർത്തി കൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഒരുപാട് പേർ ചിത്രീകരിക്കുന്നുണ്ടാവും, നിങ്ങൾ അനുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് എന്നെ അറിയാൻ നന്നായിട്ട് അത്തരം ഒരു പ്രലോഭനങ്ങളിലും വീഴുന്ന ആളല്ല. എനിക്ക് സന്തോഷം ഇന്നലെ സഞ്ജയ് ഖാനെ ചേർത്ത് പിടിച്ച് പോകേണ്ടാകുന്ന സന്തോഷം. ഒരു ഉമ്മൻചാണ്ടിയുടെ പഴയ ശൈലി ഞങ്ങൾ കണ്ടു. എനിക്കുള്ള സന്തോഷം ഈ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും കഷ്ടപ്പെടുന്ന, ഒന്നും ആകാതെ പോയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെ ചേർത്ത് പിടിക്കുന്ന സന്തോഷമാണ് എൻ്റെ സന്തോഷം. അല്ലാതെ എനിക്കൊരു മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഈ തിരഞ്ഞെടുപ്പിനെ മുഴുവൻ ഉപയോഗിക്കണം. ഇന്ന് വരെ എൻ്റെ ലീഡർഷിപ്പിനെ നന്നായിട്ട് അറിയാം. ഒരു സ്ഥാനവും ഞാൻ ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ടില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം.